നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇറാൻ ആധ്യാത്മിക നേതാവ്, സ്പിരിച്വൽ ലീഡർ, അദ്ദേഹത്തിൻ്റെ ഇറാൻ ഡിഫൻസ്, അദ്ദേഹത്തിനാണ് കീ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് മുഴുവനും. ഇപ്പം അയാളാണ് IRGC എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയപ്പോൾ ഒരു ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം, മറ്റുള്ള രാജ്യങ്ങളിലെ പ്രോക്സി. അപ്പം അയാളെ തട്ടുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻ്റാണ് അത് വീറ്റോ ചെയ്ത് താൽക്കാലികമായിട്ട്. പക്ഷെ അറിയാൻ സാധിക്കുന്നത് ഈ ഖൊമൈനി, അതായത് അലി ഖൊമൈനിയുമായിട്ട് ബന്ധപ്പെട്ട ഷിയ ലീഡേഴ്സ്, ഇറാനിൽ മാത്രമൊന്നുമല്ല ഷിയ ലീഡേഴ്സ്, മറ്റുള്ള ഇറാഖിലുമുണ്ട് ഷിയ ലീഡേഴ്സ്. ഗ്രാൻഡ് അയത്തുള്ള സിസ്താനി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു, അലി ഖുമൈനിയെ തൽക്കാലം കൊല്ലരുത്. അത് വൈഡായിട്ടുള്ള ആ റീജിയൻ്റെ അകത്ത് പ്രശ്നമുണ്ടാകും. അതായത് ഈ അലി ഖൊമൈനി ഈ അധികാരമൊക്കെ ഉപയോഗിക്കുന്നതിനെ എതിര് നിൽക്കുന്നയാളാണ്. കാരണം കൂടുതലും ഈ അയത്തുള്ള സിസ്താനി എന്ന് പറയുന്നയാൾ സ്പിരിച്വലാണ്, പവറുമായിട്ട് കൂടുതൽ പോകുന്നയാളല്ല. പ്രധാനമായിട്ടും ഈ വലിയ രീതിയിലുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് അവരുടെ സെമിനാരിയിലൊക്കെ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. ബേസിക്കലി അദ്ദേഹം ഇറാനിൽ നിന്നുള്ളയാളാണ്, പക്ഷെ ഇറാഖിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അതേപോലെ തന്നെ അയത്തുള്ള ഖൊമൈനിയുടെ മകനും സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്, ഈ അലി ഖമൈനിയെ ഇപ്പോൾ കൊല്ലരുത്. ഇപ്പം ഇവരൊക്കെ പറയാനുണ്ടായ റീസൺ ഉണ്ട്. അതായത് പവറും സ്പിരിച്വലും എല്ലാം കൂടി നിൽക്കുന്ന ഇറാനാണ് ഷിയ മുസ്ലിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം അതിൻ്റെ ലീഡറെ തട്ടിക്കളഞ്ഞാൽ പിന്നെ ഷിയ മുസ്ലിങ്ങളുടെ മുകളിൽ ഈ സുന്നി മുസ്ലിങ്ങൾ കയറി നിരങ്ങും. ഇതാണ് പറയാനുണ്ടായ പ്രധാന കാരണം. കാരണം ഇവർ തമ്മിലുള്ള പോരെന്ന് പറയുന്നത്, അടിയെന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള അടിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഇവരിപ്പോൾ പറയാൻ കാരണം. അതിനകത്ത് മറ്റൊരു ഷിയയുടെ സീനിയറായിട്ടുള്ള ക്ലർജി പറയുന്നത്, ഇതേപോലെ ആൾക്കാരെ തട്ടിക്കഴിഞ്ഞാൽ, അത് അലി ഖുമൈനിയെ പോലുള്ള ആൾക്കാർ തട്ടിക്കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളുടെ ISIS അവർ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു കറക്റ്റ് വ്യാഖ്യാനം തന്നെയാണ്. കാരണം ഈ ISISൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് ഷിയയായിരുന്നു. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഷിയ മിലിറ്റൻസി എന്ന് പറയുന്നത് വന്നിട്ട് പിന്നീട് അത് ടേൺ അറൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ മാറുകയായിരുന്നു. അതായത് റിലീജിയസ് ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വാറിൻ്റെ ഒരു പ്രധാന ഒരു ട്വിസ്റ്റിംഗ് ആണ് ഈ പറയുന്നത്. ഇവർക്കെല്ലാം ഭയമെന്ന് പറയുന്നത് ഷിയ ക്ലർജീസ്, അതായത് ഇറാനിലുള്ള സംഭവം തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്ലോബലായിട്ട് തന്നെ ഷിയ മുസ്ലിങ്ങൾ ഇല്ലാതായി മാറും. കാരണം ഒരു ആധ്യാത്മിക നേതാവും പരിപാടികളൊക്കെ, കാരണം അതിനകത്ത് പവർ മാറ്റർ ചെയ്യുന്നുണ്ട്. മറ്റ് പല ഷിയ ലീഡേഴ്സിന് ഈ പവർ എന്ന് പറയുന്ന അടുത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പം നസറുള്ളയുടെ കാര്യം എടുക്കുക, ഹിസ്ബുള്ള, പുള്ളി അവിടുത്തെ പൊളിറ്റിക്സിനും മിലിറ്റൻസിനും രണ്ടിലും ഒരേപോലെ നിൽക്കുകയാണ്, തട്ടി തുറക്കളഞ്ഞ്. അതേപോലെ സിറിയയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഹൂത്തികളുടെ ഒരു നേതാവുണ്ട്, അയാളെ കഴിഞ്ഞിടയ്ക്ക് തട്ടി. അത് ഈ പവറും അതേപോലെ പവറും ഈ മിലിഷ്യ രണ്ടും ഓപ്പറേഷൻ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇപ്പം ആകെ ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് പോകുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നത്, അതായത് അലി ഖുമൈനി. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്? അപ്പോൾ അറിയാൻ സാധിക്കുന്നത്, ഈ ഷിയയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പല സെമിനാരികളും സീനിയറായിട്ടുള്ള അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവർ ഈ ടെഹ്റാനിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. കാരണം അവരും കൂടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഷിയ കമ്മ്യൂണിറ്റിയെ നയിക്കാൻ ആളില്ല. അങ്ങനൊരു പേടി മറ്റൊരു ഭാഗത്തുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷമായിട്ടും ഭരിച്ചിരുന്ന മൊണാർക്കിയെ മാറ്റിയിട്ടാണ് ഇസ്ലാമിക റവല്യൂഷൻ വരുന്നത്. ആ റവല്യൂഷന് വന്നതിൻ്റെ അതിൻ്റെ അടുപ്പിച്ച് തന്നെയാണ് സൗദി അറേബ്യയിലുണ്ടാകുന്നത്
കൾച്ചറൽ റവല്യൂഷൻ, ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് സൗദിയും UAE തിരിച്ച് റിവേഴ്സ് ബാക്ക് ചെയ്യുമ്പോൾ ഇന്നും ഈ പറയുന്ന ഇസ്ലാമിക ഹാർഡ് കോർ മതരീതിയിലുള്ള ഭരണം നടത്തുന്നത് ഇറാനിൽ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മറ്റൊരു കാരണം. ബാക്കിയുള്ളിടത്തല്ല. ഈ സുന്നി മുസ്ലിങ്ങൾക്ക് അവർക്കാണ് അല്പം അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലോ അമേരിക്കയോ കയറി ഇയാളെ, അതായത് അലി ഖമേനിയെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷിയ മുസ്ലിങ്ങൾക്കൊരു കരിസ്മാറ്റിക് ഇത് മുമ്പിൽ നിർത്താനുള്ള പവറും എല്ലാം കൂടെ ചേർന്നൊരു ലീഡർ ഇല്ലാതാവുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അവരുടെ മേളിൽ കയറും. അതാ പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങൾ ഇവരുടെ മേളിൽ കയറും എന്നുള്ള ധാരണയാണ്. ഇപ്പം നിങ്ങൾ 2018 സൗദി അറേബ്യൻ കിങ് പറഞ്ഞൊരു സംഭവം മറക്കരുത്. അലി ഖുമൈനി എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിറ്റ്ലറാണെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഈ രണ്ട് രാജ്യവും ഹൂത്തിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ ബൈലാറ്ററൽ റിലേഷൻഷിപ്പും കാര്യങ്ങളിലോട്ട് പോകുന്നത്. പറയുവാണെങ്കിൽ ഈ അറബ് രീതിയിലുള്ള അവരുടെ ഇസ്ലാമിക സംഭവത്തിനകത്ത് ഈ വന്നിരിക്കുന്ന ഈ ഭരണവും സ്പിരിച്വലെല്ലാം കൂടെ കലർന്നിട്ട് ഇത് ഏകദേശം കുളമാകുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അപ്പം അൽ ജസീറ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം എൻ്റെ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അൽ ജസീറ പറയുന്നത്, ഇറാനിൽ നിന്നും 3 ഫ്ലൈറ്റുകൾ, അത് യാത്രാ വിമാനങ്ങൾ ഒമാനിൽ വന്നു. ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വായിക്കണം. ഒമാനിൽ വന്നു. അപ്പോൾ ഒമാനിൽ വന്ന ശേഷം ഇതിനകത്ത് ആരായിരുന്നു? കാരണം പറയുന്നത് ഈ ഖൊമേനിയും ഫാമിലി അവരെല്ലാം ഇറാനിൽ നിന്നും ഭയന്ന് ഇങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, 3 ഫ്ലൈറ്റുകൾ വന്ന കാര്യം, ഇറാനിൽ നിന്നും വന്ന കാര്യം റോയിറ്റേഴ്സും AP എല്ലാവരും കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് മറ്റേ ഷിയയുടെ മറ്റേ തലപ്പാവൊക്കെ വെച്ച ആൾക്കാരൊക്കെയാണ് ഇറങ്ങിയത് എന്നും പറയുന്നുണ്ട്. പക്ഷെ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതറിയാൻ ചില ഭാഗങ്ങളൊന്നും അറിയാൻ സാധിക്കും. ചില റിപ്പോർട്ട്സ് അവരുടെ ഫാമിലി ഒന്നടങ്കം ഷിയയുടെ അവരുടെ കൂടെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെല്ലാം തൽക്കാലത്തേക്ക് ഇറാനിൽ നിന്നും നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം മറ്റേത് രാജ്യത്ത് പോയാലും ഇവരെ തട്ടും. ഇനി ഒമാനിൽ പോലും ഈ ഇസ്രായേൽ സ്പൈ ഓപ്പറേഷൻ ചെയ്ത് ഇവരെ തട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് മൾട്ടിപ്പിൾ പോസിബിലിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പോലും. ഇറാനിൽ മാത്രമല്ല, ഇവർ ലോകത്ത് എവിടെ പോയാലും തട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഖത്തറിൽ പോയ അമേരിക്കയെ പേടിച്ച്? മറ്റുള്ള അറബ് രാജ്യത്ത് എന്താ പോയത്? അതും അമേരിക്കയെ മറ്റുള്ള രാജ്യങ്ങളെ ഭയം. ഇപ്പം എന്താണ് അങ്ങോട്ട് ചൂസ് ചെയ്തത്? കാരണം ഈ ഒമാനാണ് അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും മീഡിയേറ്റർ ആ രീതിയിലുള്ള ചർച്ച നടത്തുന്നു. മീഡിയത്തിൽ പറയുന്നതേ ഉള്ളൂ, ഇതിൽ കാര്യമായ പ്രസക്തിയൊന്നുമില്ല. കാരണം ഒമാൻ പെട്ടെന്ന് ഈ രണ്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇടപെടുന്നതിന് പെട്ടെന്നൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അത് അയച്ചു കൊടുത്തു അമേരിക്ക അത് പുല്ലുപോലും മേക്ക് ചെയ്തില്ല. അത് അത്രയേ ഉള്ളൂ. ഈ രാജ്യങ്ങൾക്ക് ഈ പറയുന്ന അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന വെയിറ്റേജ് അതാദ്യം മനസ്സിലാക്കുക. കാരണം അവരവരുടെ കാര്യത്തിന് യൂസ് ചെയ്യുക, അവരോട് ദൂരക്കളായി. ഇതാണ് കൃത്യമെന്ന് പറയുന്നത്. ഇപ്പോഴിത് സംഭവം ഉണ്ടായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഖത്തറിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഖത്തറാണെങ്കിൽ ഇറാനുമായിട്ട് നല്ല ബന്ധവുമാണ്. എന്തുകൊണ്ടാണ് ഖത്തറിന് നോ എന്ന് പറയാൻ പറ്റാതെ? കാരണം ഖത്തറിൻ്റെ സെക്യൂരിറ്റി അമേരിക്കയുടെ കയ്യിൽ. എന്തുകൊണ്ടാണ് മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് ഡീഎസ്കലേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബേസ് ഇവിടെ പറ്റത്തില്ല എന്ന് പറയും? കാരണം അവന് സെക്യൂരിറ്റി. ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ രാജ്യങ്ങളിൽ ഷിയയും സുന്നി അന്യോന്യം തമ്മിൽ അടിക്കുക. ആ റീജിയൻ തന്നെ പ്രശ്നമായിട്ട് മാറ്റിക്കൊണ്ട്. കാരണം അധികം രാജ്യങ്ങളിൽ ജനാധിപത്യം പറയുന്നതേ ഉള്ളൂ. എന്ത് ജനാധിപത്യം? ഇപ്പോൾ കേരളത്തിലൊരു ഇസ്ലാമിക പണ്ഡിതൻ, കോളേജ് അധ്യാപകൻ പറഞ്ഞു ഇറാനിൽ ഭയങ്കര ജനാധിപത്യമാണ്. സ്വന്തം ഇലക്ഷൻ തന്നെ ഹൈജാക്ക് ചെയ്ത് ഖൊമേനിക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ടുവന്ന ചരിത്രം കിടക്കുകയാണ് എത്രയോ പ്രാവശ്യം. പിന്നെന്ത് ജനാധിപത്യം? സ്വന്തമായിട്ട് ഇലക്ഷൻ പോലും ഇത്ര ശതമാനം ഉണ്ടാക്കിയിട്ട് അവരുടെ ആളിനെ കൊണ്ടുവന്ന് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതാണ് ഇറാനിയൻ ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് പബ്ലിക് മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയത്.
ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ പറയുന്ന മതരാഷ്ട്രത്തിന് ഈ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് ജോലിയില്ല, സാമ്പത്തികമായിട്ട് തകരുന്നു, വല്ലാത്ത ക്രൈസിസിൽ പോകുന്ന സാങ്ഷൻ ഒരു ഭാഗത്ത്. ഇങ്ങനൊരു രാജ്യമായി ഇറാൻ മാറി. ഇതാണ് എൻ്റെ കാര്യം. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 46 വർഷത്തെ ഷിയ ഭരണം ഏകദേശം അവസാനിക്കാൻ പോകുന്നു. അതിൻ്റെ ലക്ഷണമാണ് ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. സിസ്താലി പറയുന്ന അയാളെ കൊല്ലുന്നത്, അയാൾ തിരിച്ച് ഇങ്ങോട്ട് പോയെന്നുള്ള, ഒമാനിൽ പോയി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബമായിട്ടും ഈ ക്ലർജീസ് എല്ലാം കൂടെ പോയെന്ന് റിപ്പോർട്ട് വരുന്നു. മറുഭാഗത്ത് ഇറാൻ്റെ സീനിയറായിട്ടുള്ള മന്ത്രിമാരെല്ലാം കൂടെ അമേരിക്കയുടെ കാലയെ പിടിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊരു മന്ത്രി ജനീവയിൽ പോയി അവിടെ കാലയെ പിടിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. എന്തിനിതൊക്കെ ചെയ്ത്, ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്? അൾട്ടിമേറ്റ്ലി ആരാണ് നേടിയത്? ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ലാതാകും. ഇത് വരുത്തി വെച്ചത് ആരാ? ഈ ഖുമൈനിയും കൂട്ടരും. അൾട്ടിമേറ്റ്ലി അവിടുത്തെ ആരാ അനുഭവിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾ. ഇതാണ് ഇറാനിൽ കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്.